വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി യേശുവിൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന എൻ്റെ സഹോദരി സഹോദരന്മാരെ, നിങ്ങളെ ഏവരെയും ഏറെ സന്തോഷത്തോടെ ഈ വചന ശുശ്രൂഷയിലേക്ക് യേശുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നാം ഇന്ന് ധ്യാനിക്കുന്ന വചനം സങ്കീർത്തനം 84:11. വചനം ഇങ്ങനെ പറയുന്നു: ദൈവമായ കർത്താവ് സൂര്യനും പരിചയമാണ്, അവിടുന്ന് കൃപയും ബഹുമതിയും നൽകുന്നു, പരമാർത്ഥതയോടെ വ്യാപരിക്കുന്നവർക്ക് ഒരു നന്മയും അവിടുന്ന് നിഷേധിക്കുകയില്ല. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മലപ്പുറം ജില്ലയിൽ പരിചയമുള്ള ഒരു ടീച്ചറുടെ വീട്ടിൽ ഒരു ദിവസം തങ്ങാനിടയായി. ഞാൻ കുറേയേറെ വർഷങ്ങൾക്ക് മുമ്പ് മലപ്പുറം ജില്ലയിൽ ജോലി ചെയ്തിരുന്നതാണ്. വർഷങ്ങൾക്ക് ശേഷം ഒരു കല്യാണ ആവശ്യത്തിനായി അവിടേക്ക് വീണ്ടും കടന്നു ചെല്ലാനിടയായി. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട, ഏറെ പ്രാർത്ഥിക്കുന്ന ഒരു ടീച്ചറുടെ വീട്ടിലാണ് ഒരു ദിവസം താമസിക്കാനിടയായത്. ഏകദേശം വൈകുന്നേരമായപ്പോൾ ഈ ടീച്ചർ എന്നോട് പറഞ്ഞു, നമുക്ക് ഒരു വീട് വരെ ഒന്ന് പോകണം, ആ വീട്ടിലെ വീട്ടമ്മയ്ക്ക് വേണ്ടി നമുക്കൊന്ന് പോയി പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വരാം. ഏറെ സന്തോഷത്തോടെ ഞാൻ സമ്മതിച്ചു. അങ്ങനെ ഞാനും ഈ ടീച്ചറും കൂടെ നടന്ന് ഏകദേശം 20 മിനിറ്റ് ദൂരെയുള്ള അല്പം ഉൾനാടൻ പ്രദേശത്തെ ഒരു വീട്ടിലേക്ക് കടന്നു ചെല്ലാനിടയായി. അവിടെ ചെന്നപ്പോൾ ഏകദേശം ഒരു 65 വയസ്സ് പ്രായമുള്ള, മുഖത്ത് നല്ല പ്രകാശമുള്ള ഒരു വീട്ടമ്മയെ കാണാനിടയായി. ഏകദേശം 3/4 മണിക്കൂറോളം ആ വീട്ടിലിരുന്ന് സംസാരിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് തിരിച്ചു വരാനിടയായത്. അന്ന് ലഭിച്ച ഒരു വചനമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത്. ഈ വീട്ടമ്മ ഏറെ വാചാലതയോടെ എന്നാൽ ഭക്തിപൂർവം അവരുടെ ജീവിതത്തിൻ്റെ ഏടുകളിലൂടെ ഒരു ഒട്ടപ്രദക്ഷിണം നടത്തുകയുണ്ടായി. 2 മക്കളും ഭർത്താവും അടങ്ങുന്ന കുടുംബം. സ്വന്തം വീട്ടിൽ ഏറെ സാമ്പത്തിക ശേഷി ഒന്നും തന്നെയില്ല. ഭർത്താവ് ഏറെ വർഷങ്ങൾക്ക് മുമ്പ് കൂലിപ്പണി ചെയ്ത് ജീവിച്ചിരുന്ന ആളാണ്. ഏറെ ദാരിദ്ര്യത്തിലും ബുദ്ധിമുട്ടുകളിലും കൂടെ ഇവരുടെ വിവാഹശേഷമുള്ള വർഷങ്ങൾ കടന്നു പോവുകയുണ്ടായി. എന്നാൽ ഭർത്താവിൻ്റെ സ്വഭാവം അത്ര നല്ലതല്ലെന്നും എല്ലാ വിധത്തിലുമുള്ള അബദ്ധസഞ്ചാരം ചെയ്യുന്ന വ്യക്തിയാണെന്നും ഈ വീട്ടമ്മ മനസ്സിലാക്കുകയുണ്ടായി. അതുമാത്രമല്ല, ടൗണിൽ ഏത് അടിപിടി കേസുണ്ടെങ്കിലും ഈ ഗൃഹനാഥൻ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവും. അതിൻ്റെ പേരിൽ കേസും കോടതിയും ഒക്കെയായി ഈ വീട്ടമ്മയുടെ ഏതാനും ചില സ്വർണ്ണാഭരണങ്ങളെല്ലാം നഷ്ടപ്പെടുകയുണ്ടായി. സ്വന്തമായിട്ടുണ്ടായിരുന്ന 5 സെൻറ്റും വീടും വിറ്റിട്ട് അടുത്ത് വാടകയ്ക്ക് ഒരു ചേരി പ്രദേശത്ത് താമസിക്കുകയുണ്ടായി. ഒരു മകനും മകളും ഏകദേശം 5 വയസ്സിന് താഴെയുള്ള 2 ചെറിയ കുട്ടികളുമായി ഒരു പുരുഷന്റെ സപ്പോർട്ട് അധികമായൊന്നുമില്ലാതെ ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരിയായ സ്ത്രീ കടന്നു പോകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും ഈ വീട്ടമ്മ അനുഭവിക്കുകയുണ്ടായി. എന്നാൽ ചെറുപ്പത്തിൽ മുതൽ ഏറെ ദൈവഭക്തിയിൽ പരിശീലിപ്പിക്കപ്പെട്ടിരുന്ന ഈ വീട്ടമ്മയ്ക്ക് സ്വന്തം വീട്ടിലും ആശ്രയം ഒന്നും ഇല്ലാത്തതിനാൽ ഉള്ള സാഹചര്യത്തിൽ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകേണ്ടി വന്നു. മൂത്ത കുട്ടിക്ക് 7 വയസ്സ് പ്രായമുള്ളപ്പോൾ
ടൗണിൽ നടന്ന ഒരു അടിപിടി കേസിൽ ഈ ഗൃഹനാഥൻ ഉൾപ്പെടുകയും അദ്ദേഹത്തിൻ്റെ ഒരു കൈയും ഒരു കാലും തീരെ സ്വാധീനമില്ലാത്ത അവസ്ഥയിൽ അരയ്ക്ക് കീഴ്പോട്ട് തളർന്ന നിലയിൽ വീട്ടിൽ ഹോസ്പിറ്റലിൽ നിന്ന് എത്തുകയുമുണ്ടായി. ഈ വീട്ടമ്മ ഇനി എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇദ്ദേഹം വരുത്തിവെച്ച കടത്തിൻ്റെ കണക്കുമായി അനേകം പേർ ആ ഭവനത്തിലേക്ക് കടന്നു വരുന്നത്. നിസ്സഹായയായ ഈ വീട്ടമ്മ തന്നെ ദൈവത്തിന് സമർപ്പിച്ച് എങ്ങനെ ആ കാലത്തെ അതിജീവിച്ചു എന്ന് പറയുമ്പോൾ ഇപ്പോഴും അവരുടെ 2 കണ്ണുകളും നിറഞ്ഞൊഴുകുകയാണ്. ദൈവത്തിൽ ആശ്രയിച്ച് ചില സമയങ്ങളിൽ ഇലക്ട്രിസിറ്റി ഇല്ലാത്ത സമയത്ത് ഈ 2 കുഞ്ഞുങ്ങളെയും ചേർത്ത് പിടിച്ച് രോഗബാധിതനായി കഴിയുന്ന ഭർത്താവിൻ്റെ കാൽക്കൽ ഒരു പായിട്ടിരുന്ന് പ്രാർത്ഥിച്ചിരുന്നു എന്നാണ് ഈ വീട്ടമ്മ പറയുന്നത്. എനിക്കേറെ വിഷമം തോന്നി. ആ 2 കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനായി അടുത്തുള്ള ഏതാനും വീടുകളിൽ വീട്ടുജോലി വരെ ഈ അമ്മ ചെയ്യുകയുണ്ടായി. കുഞ്ഞുങ്ങൾ 2 പേരും നല്ല ദൈവഭക്തിയിലും ദൈവചിന്തയിലും അടിയുറച്ച് ജീവിച്ചിരുന്നു. തളർന്നു കിടക്കുന്ന ഭർത്താവിനെ ശുശ്രൂഷിക്കുമ്പോഴും ശകാരവാക്കുകളും ചീത്തവിളികളും എല്ലാമായി ഈ ഭർത്താവ് ഈ സ്ത്രീയെ ഏറെ ബുദ്ധിമുട്ടിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം. എന്നാൽ ഈ ടീച്ചർ എന്നോട് പറഞ്ഞുള്ള അറിവ് എനിക്കുണ്ടായിരുന്നു. ദൈവത്തെ ശുശ്രൂഷിക്കുന്ന പോലെ എല്ലാ പോരായ്മകളുമുള്ള ഈ ഭർത്താവിനെ ഏറെ സംയമനത്തോടെ സ്നേഹത്തോടെ ഈ വീട്ടമ്മ ശുശ്രൂഷിക്കുകയുണ്ടായി. അടുത്തുള്ള പല വീടുകളിലും ജോലിക്ക് പോയി തിരിച്ചു വരുമ്പോഴും കുത്തുവാക്കുകളും ചീത്തവിളികളുമായിരുന്നു ഈ അമ്മയ്ക്ക് അദ്ദേഹത്തിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നത്. 17 വർഷങ്ങളോളം ഈ ശുശ്രൂഷ തുടർന്നു. അതേ തുടർന്ന് ഷുഗറിൻ്റെ അസുഖം കൂടി പിടിച്ച ഈ ഭർത്താവ് കാല് മുഴുവൻ പൊട്ടി പഴുത്ത് ഹോസ്പിറ്റലിൽ പോലും പോകാൻ പറ്റാതെ അടുത്തുള്ള പാലിയേറ്റീവ് കെയറുകാർ വന്ന് ഡ്രസ്സിങ് എല്ലാം ചെയ്ത് വളരെ ഗുരുതരാവസ്ഥയിൽ കുറേ നാളുകൾക്ക് ശേഷം അദ്ദേഹം മരിക്കുകയുണ്ടായി. നീണ്ട 17 വർഷങ്ങളാണ് ഈ വീട്ടമ്മ തന്നെ സ്നേഹിക്കുകയോ അന്വേഷിക്കുകയോ കരുതുകയോ ചെയ്യാതിരുന്ന ഈ ഭർത്താവിന് വേണ്ടി ദൈവത്തെ ശുശ്രൂഷിക്കുന്ന പോലെ ഒരു പരാതിയും പറയാതെ അദ്ദേഹത്തെ ശുശ്രൂഷിച്ചത്. ഈ ടീച്ചറുടെ സംസാരത്തിൽ നിന്ന് ഒരു കാൽ മാത്രം സ്വാധീനമുള്ള ഇദ്ദേഹം ആ കാൽ ഉപയോഗിച്ച് ഇവരെ തട്ടുകയും തൊഴിക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്നതാണ് സത്യം. പ്രിയപ്പെട്ടവരെ, കുഞ്ഞുങ്ങൾ 2 പേരും നന്നായിട്ട് പഠിച്ചു. ഞാൻ ആ വീട്ടമ്മയെ സന്ദർശിച്ച സമയം 2 മക്കളും വിദേശത്ത് ജോലിയിലായി കഴിഞ്ഞിരുന്നു. എന്നാൽ ആ വീട് അങ്ങനെ തന്നെ താമസിപ്പിച്ചുകൊണ്ടാണ്, അങ്ങനെ തന്നെ വെച്ചുകൊണ്ടാണ് ഈ വീട്ടമ്മ കഴിയുന്നത്. ചെറിയ ഒരു മുറി കൂടി അവിടെ പിടിക്കുകയുണ്ടായി. ഉള്ള സൗകര്യത്തിൽ മുഴുവൻ സമയവും അതിനടുത്തുള്ള ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ശുശ്രൂഷ ചെയ്ത് ഈ വീട്ടമ്മ കഴിയുകയാണ്. ഏറെ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും ഫലങ്ങളും വരങ്ങളും കൊണ്ട് നിറഞ്ഞ ഈ വീട്ടമ്മ കർത്താവിന് വേണ്ടി ജ്വലിച്ച് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കേറെ വിഷമം തോന്നി. ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, ഞാൻ ഈ ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എൻ്റെ പ്രതികരണം. 3/4 മണിക്കൂർ നേരം സംസാരിച്ചപ്പോൾ 2 പ്രാവശ്യം കണ്ണു നിറഞ്ഞു എന്നതല്ലാതെ ഒരു പരാതിയോ പരിഭവമോ ആ വീട്ടമ്മയുടെ വായിൽ നിന്ന് വന്നതില്ല എന്നതാണ് സത്യം. ഏറെ നേരം ഒന്നിച്ച് പ്രാർത്ഥിച്ചു. എന്നോട് ആ വീട്ടമ്മ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു. ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, സഹനങ്ങൾ കർത്താവ് സഹിച്ച പോലെ ഏറ്റെടുത്ത ഒരു വ്യക്തിക്ക്, ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്ത് യോഗ്യതയാണ് എനിക്കുള്ളത്? തീർച്ചയായും ബൈബിൾ തുറന്നപ്പോൾ കിട്ടിയ വചനമാണ്, ഹൃദയ പരമാർത്ഥതയോടെ വ്യാപരിക്കുന്നവർക്ക് ഒരു നന്മയും കർത്താവ് നിഷേധിക്കുകയില്ല.
അക്ഷരാർത്ഥത്തിൽ ആ ചേച്ചിയെ പറ്റിയുള്ള ബൈബിൾ വചനമായിരുന്നു കിട്ടിയത്. ഏറെ സന്തോഷം തോന്നി. ആ ചേച്ചി എന്നോട് പറയുകയാണ്, മാഡം, ഈ ഒരു വചനം കിട്ടിയല്ലോ, കർത്താവ് എന്നെ കാണുന്നുണ്ടല്ലോ, എൻ്റെ ജീവിതത്തിൻ്റെ ചുരുക്കമാണ് ഈ വചനത്തിലൂടെ കർത്താവ് ഇപ്പോൾ വെളിപ്പെടുത്തി തന്നത്. കർത്താവ് സൂര്യനും പരിചയമായി നിന്ന് സംരക്ഷിച്ച ഒരു കുടുംബമാണ് ഞങ്ങളുടേത്. ദൈവഭക്തിയുള്ള മക്കളെ അല്ലാതെ മറ്റെന്താണ് ഞാൻ ആഗ്രഹിക്കേണ്ടത്? എൻ്റെ സഹനങ്ങൾക്ക് പ്രതിഫലമായി ദൈവത്തെ അറിഞ്ഞ് ജീവിച്ച് വിശ്വസിക്കുന്ന 2 മക്കളെ എനിക്ക് ലഭിച്ചില്ലേ? കർത്തൃ ശുശ്രൂഷയ്ക്കായി ഈ എളിയവളെ തിരഞ്ഞെടുത്തില്ലേ? ഇതിലപ്പുറം എന്ത് ഭാഗ്യമാണ് എനിക്ക് ലഭിക്കാനുള്ളത്? ആ ചേച്ചിയുടെ മുഖത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്ന് പറയുന്നത് പോലെ കൃപകളാൽ നിറഞ്ഞ ഒരു മുഖം നമുക്കവിടെ ദർശിക്കാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, എന്നെ ശ്രവിക്കുന്ന അനേകർക്ക് ഇതുപോലെയുള്ള ജീവിതങ്ങളുമായി നേരിട്ട് ഇടപഴകാൻ സാധിച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ള ജീവിതങ്ങൾ ഒരുപക്ഷെ ഇത് കേൾക്കുന്നുണ്ടാവും. തീർച്ചയായും നമ്മുടെ ദൈവം ഹൃദയങ്ങൾ പരിശോധിക്കുന്നവനാണ്. ഹൃദയ പരമാർത്ഥതയുണ്ടോ ഇല്ലയോ എന്നുള്ളത് കൃത്യമായിട്ട് ദൈവത്തിന് അറിയുകയും ചെയ്യാം. സഹനങ്ങൾക്ക് വർഷങ്ങൾക്ക് ശേഷം കൃപകളാക്കി മാറ്റി കർത്താവ് കൊടുത്തിരിക്കുകയാണ്. ആ ചേച്ചിയോടൊത്ത് ചെലവഴിച്ച നിമിഷങ്ങൾ ഇപ്പോഴും ഏറെ വിലപ്പെട്ടതായി ഞാൻ കരുതാറുണ്ട്. ഒരാളുടെ സംസാര രീതി എങ്ങനെയായിരിക്കും, എത്ര പരമാർത്ഥതയോടെയാണ് സഹനങ്ങളുടെ ഒരു ഘോഷയാത്രയ്ക്കിടയിലും സംയമനത്തോടെ ആ ചേച്ചി പ്രവർത്തിച്ചത് എന്നോർക്കുമ്പോൾ കർത്താവിന് മഹത്വം കൊടുക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഏതാനും വചനങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്ന് ചെല്ലാം. ആദ്യമത്തെ വചനം ഇതാണ്. സങ്കീർത്തനം 51:6. ഹൃദയ പരമാർത്ഥതയാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്, ആകയാൽ എൻ്റെ അന്തരംഗത്തിൽ ജ്ഞാനം പകരണമേ. ജ്ഞാനം ലഭിച്ച, കൃപകൾ ലഭിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ ഞെരുക്കുന്ന ജീവിത ദൗർഭാഗ്യങ്ങൾക്കിടയിലും ഹൃദയ പരമാർത്ഥതയോടെ വ്യാപരിക്കാൻ സാധിക്കൂ. മറ്റൊരു വചനം ഇങ്ങനെ പറയുന്നു. സങ്കീർത്തനം 11:7. കർത്താവ് നീതിമാനാണ്, അവിടുന്ന് നീതിയുക്തമായ പ്രവൃത്തികൾ ഇഷ്ടപ്പെടുന്നു, പരമാർത്ഥ ഹൃദയർ അവിടുത്തെ മുഖം ദർശിക്കും. കഷ്ടപ്പാടുകളിലേക്കും ബുദ്ധിമുട്ടുകളിലേക്കുമല്ല അവർ നോക്കുന്നത്, മറിച്ച് ദൈവത്തിൻ്റെ മുഖം കണ്ടുള്ള ജീവിതമായിരുന്നു ഈ ചേച്ചിയുടേത് എന്നതിൽ യാതൊരു സംശയവുമില്ല. വീണ്ടും സങ്കീർത്തനം 32:11 ഇങ്ങനെ പറയുന്നു. നീതിമാന്മാരെ കർത്താവിൽ ആനന്ദിക്കുവിൻ, പരമാർത്ഥ ഹൃദയരെ ആഹ്ലാദിച്ച് ആർത്തു വിളിക്കുവിൻ. കടന്നുപോയ വേദനകളല്ല ചേച്ചിക്ക് പറയാനുള്ളത്, മറിച്ച് ദൈവം ഞങ്ങളുടെ കുടുംബത്തിൽ വർഷിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ചാണ്. മറ്റൊന്നിലും ആശ്രയിക്കാതെ കർത്താവിൽ ആശ്രയിച്ച് പരമാർത്ഥ ഹൃദയത്തോടെ ജീവിക്കുന്ന ഒരു വ്യക്തി. അടുത്ത വചനം ഇങ്ങനെ പറയുന്നു. നീതിമാൻ കർത്താവിൽ സന്തോഷിക്കട്ടെ, അവൻ കർത്താവിൽ അഭയം തേടട്ടെ, പരമാർത്ഥ ഹൃദയർ അഭിമാനം കൊള്ളട്ടെ. ഏറെ വഴിതെറ്റിപ്പോകാവുന്ന സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോന്നിട്ടും പ്രലോഭനങ്ങൾക്ക് അതീതയായി പ്രവർത്തിക്കാൻ ചേച്ചിക്ക് ഉറ്റ തുണയായി കർത്താവും മാതാവും നേരിട്ടുണ്ടായിരുന്നു എന്നാണ് ചേച്ചി പറയുന്നത്. ദുഷ്ടരുടെ ഒരു കണ്ണേർ പോലും പെടാതെ 2 പെൺമക്കളെയും ചേച്ചിയെയും മാതാവ് സംരക്ഷിച്ചു എന്നാണ് ചേച്ചി പറയുന്നത്. സങ്കീർത്തനം 78:72 വചനം ഇങ്ങനെ പറയുന്നു. അവൻ പരമാർത്ഥ ഹൃദയത്തോടെ അവരെ മേയിച്ചു, കരവിരുതോടെ അവൻ അവരെ നയിച്ചു. കർത്താവിൽ ആശ്രയിക്കുന്നവരെ കർത്താവ് ഒരിക്കലും തള്ളിക്കളയുകയില്ല. കുഞ്ഞാടുകളെ നയിക്കുന്ന പോലെ പരമാർത്ഥ ഹൃദയത്തോടെ അവൻ നയിക്കുക തന്നെ ചെയ്യും. മറ്റൊരു വചനം ഇങ്ങനെ പറയുന്നു. സങ്കീർത്തനം 94:15.
വിധികൾ വീണ്ടും നീതിപൂർവകമാകും. പരമാർത്ഥ ഹൃദയമുള്ളവർ അത് മാനിക്കും. കഷ്ടപ്പാടും ബുദ്ധിമുട്ടുമാണെങ്കിലും ഒരു കാലത്ത് ദൈവം ഇടപെടുമെന്നും നീതിപൂർവകമായ വിധി വരുമെന്നും വിശ്വസിച്ചാൽ തീർച്ചയായും വർഷങ്ങൾക്ക് ശേഷമാണെങ്കിൽ പോലും അത് നടക്കുക തന്നെ ചെയ്യും. കർത്താവ് അംഗീകരിക്കും, കൃപകളാൽ നിറയ്ക്കും, യാതൊരു സംശയവുമില്ല താൻ. സങ്കീർത്തനം 97:11 ഇങ്ങനെ പറയുന്നു: നീതിമാന്മാരുടെ മേൽ പ്രകാശം ഉദിച്ചിരിക്കുന്നു, പരമാർത്ഥ ഹൃദയർക്ക് സന്തോഷം ഉദിച്ചിരിക്കുന്നു. ഏത് ഞെരുക്കുന്ന സാഹചര്യങ്ങളിലും പ്രലോഭനങ്ങളിൽ കൂടെ കടന്നു പോയാലും ഹൃദയ പരമാർത്ഥതയോടെ ഹൃദയം കർത്താവിൽ ഉറപ്പിച്ച് മുന്നോട്ട് നീങ്ങിയാൽ തീർച്ചയായും ഒരു കാലത്ത് സന്തോഷം ഉദിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല താൻ. സങ്കീർത്തനം 112:4 പരമാർത്ഥ ഹൃദയന് അന്ധകാരത്തിൽ പ്രകാശമുദിക്കും, അവൻ ഉദാരനും കാരുണ്യവാനും നീതിനിഷ്ഠനുമാണ്. വീട്ടുജോലി ചെയ്ത് കിട്ടിയിരുന്ന വരുമാനത്തിൽ നിന്ന് അതിൻ്റെ ദശാംശം പാവപ്പെട്ടവർക്കായിട്ട് മാറ്റിവെച്ച് ദാനം ചെയ്തിരുന്ന ഒരു സ്ത്രീ. നമ്മൾക്കിത് സാധിക്കുമോ? സങ്കീർത്തനം 140:13 ഇങ്ങനെ പറയുന്നു: നീതിമാന്മാർ അങ്ങയുടെ നാമത്തിന് നന്ദി പറയും, പരമാർത്ഥ ഹൃദയർ അങ്ങേ സന്നിധിയിൽ വസിക്കും. നന്ദി പറയാനും ദൈവസന്നിധിയിലായിരിക്കാനും പരമാർത്ഥ ഹൃദയർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. മറ്റൊരു വചനം ഇങ്ങനെ പറയുന്നു, 2 കൊറിന്ത്യർ 1:12 ഞങ്ങൾ ലോകത്തിൽ പ്രത്യേകിച്ച് നിങ്ങളുടെ ഇടയിൽ വിശുദ്ധിയോടും പരമാർത്ഥതയോടും കൂടെ വ്യാപരിച്ചു എന്ന മനസാക്ഷിയാണ് ഞങ്ങളുടെ അഭിമാനം. അത് ഭൗതിക ജ്ഞാനത്താലല്ല, ദൈവ കൃപയാലാണ് സാധിച്ചത്. അഭിമാനത്തോടെ തല ഉയർത്തി ഹൃദയപരമാർത്ഥതയോടെ ജീവിച്ചവർ ദൈവസന്നിധിയിൽ മാത്രം തല കുനിക്കാനേ അവർക്കിടയാകുള്ളൂ. അഭിമാനത്തോടും വിശുദ്ധിയോടും കൂടെ ജീവിക്കുന്ന എത്രയോ ജീവിതങ്ങളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ അടുത്തിടെ ഒരു ക്ലാസ് എടുക്കാനായി ഒരു സ്ഥാപനത്തിൽ, വളരെ പ്രശസ്തമായ ഒരു സ്ഥാപനത്തിൽ കടന്നു ചെന്നപ്പോൾ അവിടുത്തെ അടുക്കളയിൽ ഒന്ന് കയറാനിടയായി. 24 വർഷമായി ആ സ്ഥാപനത്തിൻ്റെ അടുക്കളയിൽ പരമാർത്ഥതയോടെ ജോലി ചെയ്ത ഒരു ചേച്ചിയെ പരിചയപ്പെടാനിടയായി. ചേച്ചി പറയുകയാണ്, ഞാൻ മറ്റുള്ളവർ വരുന്നോ ഇല്ലയോ എന്ന് നോക്കാറില്ല. ദൈവത്തിന് വേണ്ടി ജോലി ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇത്രയും വർഷം എനിക്ക് ജോലി ചെയ്യാൻ ഇടയായത്. വിവാഹിതയല്ലാത്ത ആ ചേച്ചി ജീവിതത്തിൻ്റെ ഒരു നിയോഗം പോലെ ഈ ജോലിയെ കാണുകയാണ്. അവിടെ പഠിച്ച് ഭക്ഷണം കഴിക്കാനെത്തുന്ന എല്ലാ പെൺകുട്ടികളോടും ദൈവത്തെപ്പറ്റി സംസാരിച്ചുകൊണ്ട് ഒരു ഉത്തമ മാതൃകയായി പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീ. പ്രിയപ്പെട്ടവരെ, ആ ചേച്ചി പറയാണ്, അഭിമാനത്തോടെ എനിക്ക് പറയാൻ സാധിക്കും, ദൈവം എന്നെ ഏൽപ്പിച്ച ജോലി ഹൃദയപരമാർത്ഥതയോടെ ഇന്ന് വരെ നിർവഹിച്ചു എന്നതാണ് എനിക്ക് ഏറെ അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന വസ്തുത. ഇന്നും അവിടെ പഠിച്ച് വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറിയ പെൺകുട്ടികൾ അവധിക്ക് വരുമ്പോൾ ഈ ചേച്ചിയെ അന്വേഷിച്ച് ആ ഹോസ്റ്റലിൽ എത്താറുണ്ടത്രേ. പ്രിയപ്പെട്ടവരെ, ഇത് സാധിക്കുന്നത് ഭൗതിക ജ്ഞാനത്താലല്ല, മറിച്ച് ദൈവകൃപയാലാണ്. 24 മണിക്കൂറും അടുക്കളയിൽ എന്ത് ജോലി ചെയ്താലും പ്രാർത്ഥനയിൽ ചെയ്യുന്ന ചേച്ചി. 60 വയസ്സായി എങ്കിലും ചേച്ചി തൻ്റെ ജോലി ഹൃദയപരമാർത്ഥതയോടെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 5:8 ഇങ്ങനെ പറയുന്നു: ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. പ്രിയപ്പെട്ടവരെ, ഹൃദയപരമാർത്ഥത
എന്ന പുണ്യം കൈമുതലാക്കാൻ സഹായകമായ ഏതാനും വചനങ്ങളിലൂടെയാണ് നാം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നാം എപ്പോഴും പറയാറുണ്ട്, മുഖം മനസ്സിൻ്റെ കണ്ണാടി. ഹൃദയ പരമാർത്ഥതയുള്ളവരുടെ മുഖം കണ്ടാലറിയാം അവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഒന്നും ചെയ്യാറില്ല. ദൈവത്തെ സേവിക്കുന്നത് പോലെ എല്ലാ കഷ്ടപ്പാടുകൾക്കിടയിലും സന്തോഷമായി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കും. ഈ 2 സ്ത്രീകളെ പരിചയപ്പെട്ടതിന് ശേഷം തീർച്ചയായും ഹൃദയ പരമാർത്ഥതയിലേക്ക് കുറച്ചുകൂടി നടന്നെടുക്കുന്ന രീതിയിൽ ചിന്തിക്കാൻ ഈ 2 ജീവിതങ്ങൾ പ്രേരകമായി എന്നതാണ് സത്യം. വിദ്യാഭ്യാസമോ ജോലിയോ മറ്റു കാര്യങ്ങളോ അല്ല, മറിച്ച് ദൈവിക ജ്ഞാനത്താൽ നിറയുന്ന വ്യക്തികളുടെ ഹൃദയ പരമാർത്ഥത തീർച്ചയായും ഫലം കാണും എന്നതിൽ യാതൊരു സംശയവുമില്ല. അല്പസ്വല്പം വീഴ്ചകളൊക്കെ സംഭവിച്ചാലും ഹൃദയ പരമാർത്ഥതയുള്ളവർക്ക് അന്ധകാരത്തിൽ പ്രകാശം ഉദിക്കും. ദൈവമായിരിക്കും അവരുടെ സൂര്യനും പരിചയം. അങ്ങനെയുള്ളവരെ കൈവിടാൻ ദൈവത്തിനാവില്ല. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന അനേകർ ഹൃദയ പരമാർത്ഥതയോടെ ജീവിച്ചിട്ടും അംഗീകരിക്കപ്പെടുന്നില്ലല്ലോ എന്ന വിഷമത്താലും സഹനങ്ങളിൽ നിന്ന് ഒരു മോചനമില്ലല്ലോ എന്ന ചിന്തയാലും വിഷമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറെ ആശ്വാസം തരുന്ന വചനം ഈ ശുശ്രൂഷയിലൂടെ ദൈവം നേരിട്ട് നൽകിയിരിക്കുകയാണ്. തീർച്ചയായും നിങ്ങളുടെ കഷ്ടപ്പാടുകൾക്കും ബുദ്ധിമുട്ടുകൾക്കും ഹൃദയ പരമാർത്ഥതയ്ക്കും പ്രതിഫലം ലഭിക്കാതിരിക്കില്ല. ഏറെ അവഹേളിക്കപ്പെട്ടിട്ടുണ്ടാവാം, തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടാവാം. പക്ഷേ ദൈവം സൂര്യനും പരിചയമായി നിലകൊള്ളും. വിധികൾ നീതിപൂർവകമാകും. തീർച്ചയായും ദൈവിക ജ്ഞാനത്താൽ നിറയാനും നമുക്ക് സാധിക്കും. അവസാനമായി ഒരു വചനം കൂടെ പറയുകയാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 27-ാം അധ്യായം 19-ാം തിരുവചനം. വെള്ളത്തിൽ മുഖം പ്രതിബിംബിക്കുന്നത് പോലെ മനുഷ്യൻ്റെ മനസ്സും ഹൃദയവും അവനെ തന്നെ പ്രതിഫലിപ്പിക്കുന്നു. ഹൃദയത്തിൽ ശുദ്ധതയുള്ളവർ, ഹൃദയത്തിൽ നൈർമല്യമുള്ളവർ, അവരുടെ മുഖം പ്രകാശിച്ചുകൊണ്ടേയിരിക്കും. സദാ പ്രസന്നമായ ഒരു മുഖമായിരിക്കും അവരുടെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നത്. അതൊരു അഭിനയമായിരിക്കത്തില്ല. അതിൽ ദൈവത്തിൻ്റെ സന്തോഷം നിറഞ്ഞ് കവിയുന്ന വ്യക്തികളായി മാറുന്നത് നാം ദർശിക്കുന്നുണ്ടാവും. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹൃദയ പരമാർത്ഥതയോടെ വ്യാപരിക്കുന്നവർക്ക് ഒരു നന്മയും നിഷേധിക്കാത്ത ദൈവമേ, ഹൃദയ പരമാർത്ഥതയോടെ അങ്ങയുടെ മുമ്പിൽ വ്യാപരിക്കാൻ ഞങ്ങൾക്കിടയാകണമേ. ഹൃദയങ്ങളെ പരിശോധിക്കുന്ന അങ്ങ് ഞങ്ങളുടെ ഹൃദയങ്ങളെയും പരിശോധിക്കണമേ. നേരായ വഴിയിലൂടെയാണോ ഞങ്ങൾ സഞ്ചരിക്കുന്നത് എന്ന് കണ്ടുപിടിക്കണമേ. ഇല്ലെങ്കിൽ ഞങ്ങളെ ശാശ്വത മാർഗത്തിലൂടെ നയിക്കണമേ. നമുക്ക് ഈ വചനങ്ങളെല്ലാം അഭിഷേകമാക്കാം. ഇതുപോലെ ജീവിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി ദൈവം കൂടുതൽ കൃപകളും വരങ്ങളും നിറച്ച് അവരെ അനേകം ജനങ്ങൾക്ക് പ്രചോദനമായി മാറ്റട്ടെ, അനുഗ്രഹമായി മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥനയിലേക്ക് കടക്കാം. കർത്താവെ, ഞങ്ങളുടെ ശക്തനായ യേശു തമ്പുരാനെ, ഈ സമയം ഈ നിമിഷം വരെ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ വർഷിച്ച എല്ലാ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർത്ത് കൊടാനുകൂടി നന്ദി കരയറ്റുന്നു. കർത്താവെ, ഹൃദയ പരമാർത്ഥതയോടെ ജീവിച്ചിട്ടും അംഗീകരിക്കപ്പെടാത്ത, തെറ്റിദ്ധരിക്കപ്പെട്ട അനേകം വ്യക്തിത്വങ്ങൾ പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട്. അവരെ എല്ലാവരെയും ഈ സമയം അങ്ങേക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, സൂര്യനും പരിചയമായി അങ്ങ് അവരുടെ കൂടെ ഉണ്ടാകണമേ. വിധികൾ നീതിപൂർവമായി മാറുന്നതുവരെ കർത്താവെ, അങ്ങ് അവർക്ക് വേണ്ടി പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
ഇത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന അനേകർ കഷ്ടപ്പാടിലും രോഗത്തിലും ബുദ്ധിമുട്ടുകളിലും അവഹേളിക്കപ്പെടുന്ന അവസ്ഥയിലും പ്രലോഭനങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ കർത്താവെ, അങ്ങ് അവരുടെ കൂടെ ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് അവരിലേക്ക് അങ്ങയുടെ ജ്ഞാനം നിറയ്ക്കണമേ, കൃപകൾ വർഷിക്കണമേ. അനേകർ അവരെ കണ്ട് പ്രചോദനം സ്വീകരിക്കുന്നവരായി, അങ്ങയുടെ വചനം പ്രഘോഷിക്കുന്നവരായി, അങ്ങയുടെ സാക്ഷികളായി മാറാൻ തക്ക രീതിയിൽ കർത്താവെ അങ്ങ് ഇടപെടണമേ. ദുഃഖത്താലും വേദനയാലും രോഗത്താലും വലയുന്നവർ കർത്താവെ അങ്ങയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവരോട് കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളെ കർത്താവെ അങ്ങ് ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ അന്തരംഗത്തിൽ ജ്ഞാനം നിറയ്ക്കണമേ. അങ്ങ് ആഗ്രഹിക്കുന്ന പോലെയുള്ള ഒരു ഹൃദയം ഞങ്ങളിൽ അങ്ങ് രൂപപ്പെടുത്തിയെടുക്കണമേ. അങ്ങ് ആഗ്രഹിക്കുന്ന നന്മകൾ മറ്റുള്ളവർക്ക് ചെയ്യാൻ വേണ്ട കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ സഹനങ്ങൾ കർത്താവെ അങ്ങ് സ്വീകരിച്ച് അവയെ കൃപകളാക്കി മാറ്റണമേ. അമ്മേ മാതാവേ, സഹനത്തിൻ്റെ പുത്രിയായ അങ്ങ് സഹിക്കുന്ന മക്കളോട് കൂടെ ഉണ്ടായിരുന്ന് സഹനങ്ങളെ കൃപകളാക്കി മാറ്റിക്കൊടുക്കണമേ. പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ ആരാധന, യേശുവെ മഹത്വം. ആമേൻ. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും.